إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ അവസാന ശ്വാസം വരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ഫിത്തനകൾ നിറഞ്ഞ ഈ കാലത്ത് ഒരുപാട് അധ്വാനിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 3 ഖുത്ബകളിൽ തലാഖുമായി ബന്ധപ്പെട്ട് ഓരോ മുസ്ലിം ദമ്പതിമാരും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ നിയമങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വീണ്ടും ആ ഖുത്ബ കേട്ട് വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ഇദ്ദയുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീ ഇദ്ദ ആചരിക്കുക എന്നത് അതിൽ ഇസ്ലാമിന്റെ വിധി ഹുക്മ് എന്താണ്? അത് വാജിബാണ്, നിർബന്ധമാണ് എന്നതാണ്. വേണമെങ്കിൽ അവൾ ഇദ്ദ ഇരുന്നാൽ മതി, അത്ര നിർബന്ധമൊന്നുമില്ല എന്ന രൂപത്തിൽ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തണം. അത് നിർബന്ധമാണ്. നിർബന്ധമായും ഭർത്താവ് മരിച്ച പെണ്ണ് ഇദ്ദ അനുഷ്ഠിക്കുക തന്നെ വേണം. അതേ സമയത്ത് ചില ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഭാര്യ മരിച്ച ഭർത്താവും അത് ചെയ്യേണ്ടതില്ലേ എന്ന്. ഒരിക്കലുമില്ല. ഭാര്യ മരിച്ച ഭർത്താവ് ഒരിക്കലും ഇദ്ദ ആചരിക്കേണ്ടതില്ല. വിവാഹത്തിന് ഭാര്യയെപ്പോലെ ഇദ്ദ കാത്തിരിക്കേണ്ടതും ഇല്ല. അങ്ങനെയുള്ള സ്ത്രീ പുരുഷ സമത്വവാദികൾ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. അത് നമുക്ക് ബാധകമല്ല. എങ്കിലും നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കണം. കാരണം സ്ത്രീ ഇദ്ദ ആചരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള നിയമമാണ്. ആ അല്ലാഹു പുരുഷൻ ഇദ്ദ ആചരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദ ആചരിക്കുന്ന സ്ത്രീയും അവരുടെ കുടുംബങ്ങളും മനസ്സിലാക്കേണ്ടത് ഇത് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു നിയമമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനോ മറിക്കാനോ പറ്റിയതല്ല. അതിന്റെ സമയം ഒന്ന് കൂട്ടാനോ സമയം ഒന്ന് കുറക്കാനോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞ മര്യാദകൾ നമ്മുടെ ഹവക്കനുസരിച്ച് നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ഭേദഗതി വരുത്താനോ പാടുള്ളതല്ല. എന്നു മാത്രമല്ല, എന്താ അങ്ങനെ ഭാര്യ ഇദ്ദ ഇരിക്കണം, ഭർത്താവ് ഇദ്ദ ഇരിക്കേണ്ടതില്ല, അതിനുള്ള യുക്തി എന്താണ് എന്നൊക്കെ ചില യുക്തിവാദികൾ ചോദിച്ചെന്നിരിക്കും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് പിന്നിലുള്ള യുക്തി എല്ലാം മനുഷ്യരായ നമ്മൾക്ക് പിടികിട്ടിക്കൊള്ളണം എന്നില്ല. നമുക്ക് യുക്തി പിടികിട്ടിയാലും ഇല്ലെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് 2 ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അള്ളാഹുവിന്റെ നിയമമാണോ അത് അംഗീകരിച്ചേ പറ്റൂ. അതിന്റെ പിന്നിലുള്ള യുക്തി ഒരുപക്ഷെ നമുക്ക് പിടികിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ യുക്തി പിടികിട്ടിയാലേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ദീനിലെ ഒരുപാട് കാര്യങ്ങൾ അയാൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അതുകൊണ്ട് യുക്തിക്ക് പിന്നാലെ പോകുന്നത് ഒരിക്കലും നമുക്ക് ശരിയല്ല. ഈ മുഖവരിയോടുകൂടി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. സൂറത്തുൽ ബഖറയിലെ 234, 235 ആയത്തുകളിലാണ് ഈ വിഷയം പരാമർശിക്കുന്നത്. നിങ്ങൾ പരിഭാഷ എടുത്ത്
അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഉൾക്കാഴ്ച ലഭിക്കുമെന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ചത്, 234-ാമത്തെ ആയത്ത്. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റ. ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന ഭർത്താക്കന്മാർ, ആ ഭാര്യമാർ 4 മാസവും 10 ദിവസവും കാത്തിരിക്കേണ്ടതുണ്ട്. ഫൈദാ ബലഗന അജലഹുന്ന, അങ്ങനെ ആ ഇദ്ദയുടെ അവധി പൂർത്തിയായി കഴിഞ്ഞാൽ ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന ബിൽ മഅറൂഫ്, അവർ അവരുടെ കാര്യത്തിൽ മര്യാദ പ്രകാരം പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു കുറ്റവുമില്ല. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അപ്പൊ ഭർത്താവ് മരിച്ച ഭാര്യ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണം എന്നതിനുള്ള അടിസ്ഥാനം ഈ ആയത്താണ്. ആ 4 മാസവും 10 ദിവസവും പൂർത്തിയായി കഴിഞ്ഞാൽ സദാചാര മര്യാദകൾക്കനുസരിച്ച് അവൾക്കും അവളുടെ കുടുംബങ്ങൾക്കും അവളുടെ ഭാവി കാര്യം തീരുമാനിക്കാവുന്നതാണ്. വേറെ വിവാഹം കഴിച്ച് ജീവിക്കണമോ അല്ല തൽക്കാലം വിവാഹം കഴിക്കാതെ ജീവിക്കുകയാണോ, രണ്ടിലൊന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഇവിടെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇസ്ലാം എന്തെങ്കിലും ഒരു പുതിയ നിയമം കൊണ്ടുവന്നതോ അടിച്ചേൽപ്പിച്ചതോ അല്ല. മുമ്പ് മുതൽക്കേ നടന്നു വരുന്ന ഒരു കാര്യത്തിൽ അതിൽ അല്പം ഇളവുകൾ അനുവദിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്ത് 1 വർഷമായിരുന്നു ഭർത്താവ് മരിച്ചാൽ ഭാര്യ ദുഃഖാചരണം നടത്തേണ്ടിയിരുന്നത്. ജാഹിലിയത്തിലെ ദുഷിച്ച ഒരു സമ്പ്രദായമായിരുന്നു അത് ആ 1 കൊല്ലം വരെയുള്ള ഇദ്ദ എന്ന് പറയുന്നത് അതിദയനീയമായ ഒരു ദുഃഖാചരണമായിരുന്നു. വീട്ടിന് പുറത്ത് പ്രത്യേകം കുടില് കെട്ടി നിന്ദ്യമായ മലിനമായ വേഷം ധരിച്ചുകൊണ്ട് പെണ്ണ് അവിടെ കഴിച്ചു കൂട്ടണം. അതോടൊപ്പം ഒരുപാട് ദുഷിച്ച ആചാരങ്ങളും ഉണ്ടായിരുന്നു. കുളിക്കാതെ നഖം മുറിക്കാതെ വൃത്തികെട്ട വേഷത്തിൽ. അങ്ങനെ കൊല്ലം തികയുമ്പോൾ ആണ് അവൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു ഒട്ടകത്തിന്റെ കാഷ്ടം അവളെ കയ്യിൽ കൊടുക്കും, അതങ്ങ് എറിഞ്ഞു കളയാൻ പറയും. അതെറിഞ്ഞു കളയുന്നതോടെയാണ് അവൾ ഇദ്ദയിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ 1 കൊല്ലം ഞാൻ സഹിച്ചതും ക്ഷമിച്ചതുമൊന്നും എനിക്ക് ഒട്ടകക്കാഷ്ടത്തിന്റെ വില പോലുമില്ല, എന്റെ ഭർത്താവിന് വേണ്ടി ഇതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറായിരുന്നു, എന്റെ ഭർത്താവാണ് എനിക്ക് ഏറ്റവും വലുതെന്ന പ്രഖ്യാപനമാണത്രേ അതിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ അങ്ങേയറ്റം കഷ്ടപ്പെടുത്തുന്ന ഒരു നിയമമായിരുന്നു. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റം വരുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ജാഹിലിയത്തിലുള്ള 1 കൊല്ലം എന്നതിനെ 3-1 ഇസ്ലാം ചുരുക്കി 4 മാസവും 10 ദിവസമാക്കി. അതോടനുബന്ധിച്ചുണ്ടായിരുന്ന അനാചാരങ്ങളെ ഇല്ലാതാക്കി. വിവാഹാലോചന പാടില്ല, സൗന്ദര്യ അലങ്കാരങ്ങൾ പാടില്ല, സന്തോഷ പ്രകടനങ്ങൾ ഒഴിവാക്കണം തുടങ്ങി സ്ത്രീക്ക് ആശ്വാസം നൽകുന്ന നിയമങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ ഇദ്ദയുടെ നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുകയുമാണ് ചെയ്തത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന ആളുകൾ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ചിതയിൽ തന്നെ അവൾ ചാടി മരിച്ചു കൊള്ളണം. അതാണ് സതി എന്ന ആചാരം. ഇന്ന് ഇന്ത്യയിൽ അത് നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ അവരെ നിയമമായിട്ട് പണ്ടേ അവർ ആചരിച്ചു വരുന്നതാണ്. ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് പിന്നെ ജീവിക്കാൻ അർഹതയില്ല, അവൾ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിച്ചു കൊള്ളണം എന്നത്. അതുപോലെയുള്ള പല ദുഷിച്ച സമ്പ്രദായങ്ങളും പല മതങ്ങളിലും ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ അതില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ മുമ്പുണ്ട്, ഭർത്താവ് മരിച്ചാൽ പിന്നെ ഭാര്യയെ മയ്യത്ത് കാണാൻ പോലും അനുവദിക്കൂല, വേറെ റൂമിൽ കൊണ്ടുപോയിരിക്കും. അങ്ങനെയാണ്. കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പോലും അനുവദിക്കാത്ത സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇന്നും ഇദ്ദയുമായി ബന്ധപ്പെട്ട് പല അന്ധവിശ്വാസങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിൽ അത് പരാമർശിക്കപ്പെടും. അതുകൊണ്ട് ഇസ്ലാം ഈ നിയമം കൊണ്ടുവന്നത് സ്ത്രീക്ക് ആശ്വാസം നൽകുന്ന ഒരു നിയമമായി കൊണ്ടാണ് 4 മാസവും 10 ദിവസവും അവൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ ഗർഭിണിയാണോ അവൾ ഈ 4 മാസവും 10 ദിവസവും കാത്തിരിക്കണമെന്നില്ല. ഗർഭം അതിനു മുമ്പ് പ്രസവിച്ചാൽ അവളുടെ ഇദ്ദ അതോടെ തീരും. 4 മാസം 10 ദിവസം കൊണ്ട് പ്രസവിച്ചില്ലെങ്കിലോ, ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ഗർഭിണിയാണ്, 6 മാസം കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചെങ്കിലോ, അപ്പോൾ മാത്രമേ അവളുടെ ഇദ്ദ അവസാനിക്കുകയുള്ളൂ. ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന യളഅന ഹംലഹുന്ന എന്ന സൂറത്ത് തലാഖിലെ 4-ാമത്തെ ആയത്താണ് അതിനുള്ള തെളിവ്. ഗർഭമുള്ളവർ അവരുടെ അവധി അവർ ഗർഭം പ്രസവിക്കലാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഹദീസുകളും വന്നിട്ടുണ്ട്. സഅദ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹു മരണമടയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സുബൈഅത്ത് ഗർഭിണിയായിരുന്നു. അധികം താമസിയാതെ അവർ പ്രസവിച്ചു. അതോടെ അവരുടെ ഇദ്ദ അവസാനിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്വ കൊടുക്കുകയുണ്ടായി, മതവിധി കൊടുക്കുകയുണ്ടായി എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഗർഭിണിയാണെങ്കിൽ ഈ 4 മാസം 10 ദിവസം എന്ന നിയമമില്ല. അല്ലാത്ത എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യണം? 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണം. ഇതിൽ
ഭർത്താവിന് വേണ്ടിയല്ലാതെ മറ്റൊരു മയ്യത്തിന് വേണ്ടിയും ഒരു മുസ്ലിം 3 ദിവസത്തിലധികം ദുഃഖം ആചരിക്കാൻ പാടില്ല. ഒരാളുടെ ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ അംഗങ്ങളെ മരിച്ചു, ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ആര് മരിച്ചാലും ശരി, അതിനൊന്നും വേണ്ടി 3 ദിവസത്തിലധികം ദുഃഖാചരണം പാടില്ല. അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹല്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തുഹിദ്ദ അലാ മയ്യിത്തിൻ ഫൗക സലാസിൻ ഇല്ലാ അലാ സൗജിൻ 4 അശ്ഹുരിൻ വഅശ്റാ. ഒരു അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിനും അനുവദനീയമല്ല ഏതെങ്കിലും ഒരു മയ്യത്തിന്റെ പേരിൽ 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖം ആചരിക്കൽ, തന്റെ ഭർത്താവിന്റെ മേലല്ലാതെ. അത് 4 മാസവും 10 ദിവസവുമാകുന്നു. ഈ ഹദീസിന്റെയും നേൽപ്പറഞ്ഞ ആയത്തിന്റെയും അടിസ്ഥാനത്തിൽ ആണ് ഇദ്ദ ആചരിക്കൽ വാജിബാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സ്വഹാബത്ത് അത് വാജിബായി തന്നെയാണ് കണ്ടിട്ടുള്ളതെന്നും സഹാബികൾക്കിടയിൽ ആ വിഷയത്തിൽ ഇജ്മാ, ഏകകണ്ഠമായ അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെന്നും ഉലമാക്കൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഭർത്താവല്ലാത്ത ആർക്കു വേണ്ടിയും ദുഃഖാചരണം പാടില്ല എന്നത് അത് നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചോ പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞാലും എല്ലാവരും തൂങ്ങിപ്പിടിച്ച് വീട്ടിലിരിക്കും. എന്താ പോണില്ലേ, എന്താ പോണില്ലേ, എന്താ ഉപ്പയൊക്കെ മരിച്ചല്ലേ, 2 മാസം കഴിയട്ടെ, ജോലിക്ക് പോകണത് ജോലിക്ക് പോകൂല. അത് പാടില്ല. 3 ദിവസം കഴിഞ്ഞാൽ എല്ലാവരും അവനവന്റെ ജോലികൾക്ക് പോകണം, അവനവന്റെ വീടുകളിലേക്ക് തിരിച്ചു പോകണം, സാധാരണ നിലയിലേക്ക് തിരിച്ചു വരണം. അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലിപ്പോ എന്നല്ല ലോകത്ത് പൊതുവെ തന്നെ ചില രാഷ്ട്രനായകന്മാര് വലിയ വലിയ ആളുകളൊക്കെ മരിച്ചാൽ ദിവസങ്ങളോളം ദുഃഖാചരണം പ്രഖ്യാപിക്കും. നാടുനീളെ അനുശോചന യോഗങ്ങൾ സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ പതാക തലകീഴായി കെട്ടുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യും. കറുത്ത ബാഡ്ജ് ധരിച്ചാണ് എല്ലാവരും ജോലിക്ക് വരേണ്ടത് എന്ന് നിഷ്കർഷിക്കും. കടകളെല്ലാം അടച്ച് ഹർത്താലാചരിക്കണമെന്ന് പറയും. അങ്ങനെയുള്ള ദുഃഖാചരണ രീതികളൊന്നും ഇസ്ലാമിൽ ഇല്ല. പക്ഷേ പല മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഈ പാശ്ചാത്യൻ സമ്പ്രദായം ആചരിച്ചു വരുന്നുണ്ട്. രാഷ്ട്ര നേതാവ് മരിച്ചാൽ പിന്നെ അവർ റേഡിയോ തുറന്നാൽ പിന്നെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മ്യൂസിക് ആയിരിക്കും എപ്പോഴും, ദുഃഖാചരണത്തിന്റെ പേര്, വേറൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള രീതിയല്ല, തനിച്ച ബിദ്അത്താണ്. ബിദ്അത്താണെന്ന് പറയാൻ കാരണം എന്താ? നമുക്ക് ഏറ്റവും മഹാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ ഭാര്യമാര് മരിച്ചു, മക്കൾ മരിച്ചു, ഇഷ്ടപ്പെട്ട പല സഹാബിമാരും മരിച്ചു. റസൂലുള്ളാഹ് അവിടെ ദുഃഖാചരണം പ്രഖ്യാപിച്ചോ? പ്രഖ്യാപിച്ചില്ല. വേണ്ട, റസൂലുള്ള മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്നത് ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ മുസീബത്താണ്. എന്നിട്ടോ സഹാബത്ത് ഒരു ദുഃഖാചരണം പ്രഖ്യാപിച്ചോ? പ്രഖ്യാപിച്ചില്ല. ഖലീഫമാരിൽ 3 പേരും കൊല്ലപ്പെടുക ചെയ്തത്. എന്നിട്ടോ അബൂബക്കർ സിദ്ദീഖ് മാത്രമല്ല പായ കിടന്ന് മരിച്ചിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് 3 പേരും കൊല്ലപ്പെടുന്നത്. എന്നിട്ട് ദുഃഖാചരണം ഉണ്ടായോ? ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ട് ഇത് പിൽക്കാലത്ത് മറ്റ് സമുദായങ്ങളിൽ കടന്നു വന്നതാണ്. റീത്തും കരുതി വെച്ച് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ അല്ലേ, കണ്ണൂർ ജില്ലയിൽ റീത്തിന് നല്ല ചെലവാ, കാരണം ഇടക്കിടക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ദുഃഖാചരണ പരിപാടികൾ ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഓലമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഓൻ പോയിട്ട് ഒരുപാട് കാലായി എന്നിട്ടാ മരിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇത്ത വേണ്ടതുണ്ടോ എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യമാരെ വിട്ടേച്ചു പോകുന്ന എല്ലാ ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാർ ഇത്ത ഇരിക്കണം എന്നാ പറഞ്ഞത്. അതിൽ ഒരു പെണ്ണിനെ ഒഴിവാക്കി പറഞ്ഞിട്ടില്ല. യുവതിയെന്നോ കിഴവിയെന്നോ പ്രസവിക്കാത്തവളെന്നോ പ്രസവിക്കുന്നവളെന്നോ ഭർത്താവ് നാട്ടിലുള്ളവളെന്നോ നാട്ടിലില്ലാത്തവളെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞു, കൂട്ടിക്കൊണ്ടല്ലേ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടാക്കാറുണ്ട്, അതിനിടയിൽ ഉണങ്ങ് മരിച്ചു, സ്പർശനം പോലും ഉണ്ടായിട്ടില്ല. എന്നാലും അവൾ ഇത് അനുഷ്ഠിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? കിഴവിയായാൽ ഇത് ആചരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉലമാക്കൾ കൊടുത്ത ഫത്വ എന്താണ്? അത് എല്ലാവരും ഇത് ആചരിക്കണം എന്നാണ് ഫത്വ കൊടുത്തിട്ടുള്ളത്. കാരണം അത് ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ഹൽ അലൽ അജൂസില്ലത്തി ലാ ഹാജത ലഹാ ഇലൽ റിജാലി വസ്സബിയ്യ അല്ലത്തി ലം തബ്ലുഗ് സിന്നൽ ഹുൽമി ഇദ്ദത്തൽ വഫാത്തി മിൻ വഫാത്തി സൗജിഹാ. പ്രായം ചെന്ന ഒരു കിഴവി, അവൾക്ക് ഇനി ഒരു പുരുഷനിലേക്കും ആഗ്രഹമില്ലാത്ത ആവശ്യമില്ലാത്ത പെണ്ണാണ്, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു കൊടുത്ത ഒരു ചെറിയ പെൺകുട്ടി, അങ്ങനത്തെ ഇവരൊക്കെ അവരെ ഭർത്താവ് മരിച്ചാൽ ഇത് ആചരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി എന്താ? നാം, അതെ. അലൽ അജൂസില്ലത്തി ലാ ഹാജത ലഹാ ഇലൽ റിജാലി ഇദ്ദത്തുൽ വഫാത്ത്. കിഴവിയാണെങ്കിൽ ഭർത്താവിലേക്ക് ആണുങ്ങളിലേക്ക് ആവശ്യമില്ലാത്തവളാണെങ്കിലും അവൾ ഇത് ആചരിക്കണം. വകദാലിക സഗീറത്തു ഫിസ്സിന്നി, ചെറിയ പെൺകുട്ടിയാണെങ്കിലും അല്ലത്തി ലം തബ്ലുഗുൽ ഹുൽമ, അവൾക്ക് എന്ത് ചെയ്തിട്ടില്ല,
വിവേകവത്തിയുള്ള പ്രായപൂർത്തിയുടെ ചെറുപ്പത്ത് കല്യാണം കഴിച്ചു കൊടുത്തതാ. വലം തുഖാരിബ് ദാലിക അലൈഹ ഇദ്ദത്തുൽ വഫാത്ത് ഇദാ മാത സൗജുഹ. അതുപോലെ തന്നെ അവൾ അതിനോട് അടുത്തിട്ടുമില്ല, പ്രായപൂർത്തിയോട് അടുത്തിട്ടില്ല. എന്നാലും അവൾ എന്ത് ചെയ്യണം? ഭർത്താവ് മരിച്ചാൽ ഇദ്ദ ആചരിക്കണം. ഹത്താ തല ഹംലുഹ ഇൻ കാനത് ഹാമിലൻ. എന്നാൽ ഗർഭിണിയാണെങ്കിൽ, ഗർഭം പ്രസവിക്കുന്നവരെയാണ് ഇത് ആചരിക്കേണ്ടത്. ഔ തംകുസ അർബഅത അശ്ഹുരിൻ വഅശ്റ ഇല്ലം തകുൻ ഹാമിലൻ. ഗർഭിണി അല്ലെങ്കിൽ 4 മാസവും 10 ദിവസവും എന്ന് നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ള ആ ആയത്ത് കൊടുത്തു. 2 ആയത്തുകളും സൂറത്തുൽ ബഖറയിലെ ആയത്തും ഗർഭിണികളെ ഇദ്ദയുമായി ബന്ധപ്പെട്ട ആയത്തും. അപ്പൊ അതാണ് ഇസ്ലാമിൽ അതിനുള്ള നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചില ആളുകളൊക്കെ പറയും ഗർഭമുണ്ടോ അല്ലേ എന്നറിയാനല്ലേ ഇദ്ദ. കിളവികൾക്ക് എന്തായാലും ഇപ്പോ ഗർഭം ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ അവൾ പ്രസവം നിർത്തിയവളല്ലേ, അവൾ ഇരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊന്നും ആവശ്യമില്ല എന്ന് ചില നാടന്മാര് ഫത്വ കൊടുത്തൊന്നും വരും. അത് തെറ്റാണ്. അവർ ഗർഭിണിയാകട്ടെ, ഗർഭിണി അല്ലാതിരിക്കട്ടെ, പ്രസവം നിർത്തിയവളാകട്ടെ, കിഴവിയാകട്ടെ, മരിച്ചയാളുടെ ഭാര്യ എന്ന പദവിയിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇതാചരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഇപ്പൊ ഗർഭം തീരെ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു പെണ്ണാണ് എന്ന് വെക്കുക, എന്നാലും അവൾ ഇതാചരിക്കണം. ഇനി തിരിച്ചെടുക്കാവുന്ന തലാഖ് ചൊല്ലി ആ ഇദ്ദ കഴിയും മുമ്പ് ഭർത്താവ് മരിച്ചത്, എന്നാലും അവൾ എന്ത് ചെയ്യണം? അവളും ഇദ്ദ ഇരിക്കണം. അപ്പൊ ഇദ്ദ ആചരിക്കുക എന്നത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ള ഒരു ബാധ്യതയാണ്. അത് ഒഴിവാക്കിയാൽ അതിന് പരലോകത്തെ ശിക്ഷ അവളും അവളത് പ്രേരിപ്പിച്ചവരും അനുഭവിക്കേണ്ടി വരും എന്നത് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി എപ്പോഴാണ് ഇദ്ദ ആരംഭിക്കേണ്ടത്? മറമാടിയത് മുതലോ അല്ലെങ്കിൽ വിവരം അറിഞ്ഞത് മുതലോ അല്ല, മറിച്ച് നമ്മൾ അത് അറിഞ്ഞാൽ അപ്പോൾ ഇദ്ദയിൽ പ്രവേശിക്കണം. പക്ഷെ സമയം കണക്കാക്കേണ്ടത് മരിച്ച സമയം മുതൽക്കാണ്. മനസ്സിലായില്ലേ? നമ്മൾ അറിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 2 ദിവസം മുതൽക്കല്ല കൂട്ടേണ്ടത്, മരിച്ച സമയം മുതൽക്കാണ് അതിന്റെ സമയം കണക്കാക്കേണ്ടത്. 4 മാസവും 10 ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞതെങ്കിലോ അറിഞ്ഞില്ല, എവിടെയോ പോയിട്ട് മരിച്ചതാ. 5-6 മാസം കഴിഞ്ഞിട്ട് എങ്കിൽ പിന്നെ അവൾ ഇദ്ദ മടക്കേണ്ടതില്ല, കാരണം അതിന്റെ സമയം കഴിഞ്ഞു പോയി. ഇപ്പൊ ചില ആളുകള്, ചില വലിയ വലിയ ആളുകളൊക്കെ ഞാൻ മരിച്ചാൽ നീ വേറെ ആർക്കും വാഴരുത്, വേറെ ആരെയും ഭാര്യയപ്പോ എനിക്കൊരു മോശമാണ് എന്ന് പറഞ്ഞിട്ട് വസിയത്ത് ചെയ്തളി. ഓൻ വലിയ ആളാണ്, ഓന്റെ ഭാര്യ വേറൊരാൾ ഭാര്യയായി വരുന്നത്. അങ്ങനെ ഒരു വസിയത്ത് ചെയ്താൽ ആ പെണ്ണത് പാലിക്കേണ്ടതുണ്ടോ? പാലിക്കേണ്ടതില്ല. എന്താ കാരണം? ഇത് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്. അത് വേണ്ടെന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ട് ആരെങ്ങനെ വസിയത്ത് ചെയ്താലും ആ വസിയത്ത് നിറവേറ്റാനുള്ള ബാധ്യത പെണ്ണിനോ പെണ്ണിന്റെ ഉത്തരവാദപ്പെട്ടവർക്കോ ഇല്ല. പിന്നെ മരിച്ചു എന്ന കാര്യം ഉറപ്പായാൽ മാത്രമേ ഇദ്ദ ആചരിക്കേണ്ടതുള്ളൂ. മരിച്ചതിനെ പറ്റി സംശയം തോന്നുമ്പോൾ തന്നെ ഇദ്ദ തുടങ്ങേണ്ടതില്ല. മനസ്സിലായില്ലേ? മരിച്ചെന്നാ തോന്നുന്നു, നമ്മൾ സംശയമല്ലേ തുടങ്ങിക്കളയാം എന്ന് പറയാൻ പറ്റില്ല. ഉറപ്പായാൽ മാത്രമേ പാടുള്ളൂ, ഊഹം പോരാ എന്നർത്ഥം. പിന്നെ കണക്കിലെടുക്കേണ്ടത് ഇംഗ്ലീഷ് മാസമല്ല, ജനുവരി ഫെബ്രുവരി അല്ല എടുക്കേണ്ടത്, അറബി മാസം കണക്കിലെടുക്കേണ്ടത്, ചന്ദ്രമാസങ്ങളാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ മാസം 24 ഒരു പെണ്ണ് ഭർത്താവ് മരിച്ചു, ഉച്ചക്ക് മരിച്ചു എന്ന് വിചാരിക്കാം. എങ്കിൽ ആ മാസം 29 ഉള്ളെങ്കിൽ, ചിലപ്പോൾ 30 ഉണ്ടാവും, ചിലപ്പോൾ 29 ഉണ്ടാവും. 29 ഉള്ളെങ്കിൽ അവിടെ 5 ദിവസം ബാക്കിയുണ്ട്. ആ 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ 4 ചന്ദ്രോദയം ഇവർ ശ്രദ്ധിച്ചോളണം. അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് 4 ചന്ദ്രോദയം കഴിഞ്ഞ് ആ മാസം കഴിഞ്ഞാൽ പിന്നെ 5 ദിവസം കൂടി, പിന്നെ 5ാമത്തെ ദിവസം ഉച്ചയായാൽ 4 മാസവും 10 ദിവസവും തികഞ്ഞു, അവിടെ അവസാനിപ്പിക്കണം. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് 40 ദിവസം കഴിഞ്ഞോ, ഭർത്താവ് വെച്ചിട്ട് 40 കഴിഞ്ഞോ. എന്തെന്നാണ് ഈ 40? പെണ്ണ് വെച്ചിറക്കണതിന്റെ ഡേറ്റാ മരിച്ചോടത്തുള്ള ഡേറ്റ്. സാധാരണ പെണ്ണുങ്ങൾ പ്രസവിച്ചാല് അവർക്ക് പിന്നെ പ്രസവ രക്തം നിൽക്കുന്നത് പൊതുവെ 40 ദിവസമാണെന്ന് പറയാറുണ്ട് വെച്ചണീക്കല്. ചില ആളുകൾ ചോദിക്കാം മരിച്ച 40 കഴിഞ്ഞോ, എവിടുന്ന് വന്നതാ ഇതൊക്കെ? ഇസ്ലാമിൽ 4 മാസം 10 ദിവസമാണ്, 40 ഇസ്ലാമിലില്ല മരിച്ചതിന്റെ പേരില്. അതെല്ലാം മറ്റ് സമുദായങ്ങളിൽ നിന്ന് പകർന്നിട്ടുള്ള കാര്യമാണ്. 40 കഴിഞ്ഞാൽ പിന്നെ അതിലൊക്കെ പോകാൻ ആ രീതി ഇസ്ലാമിലില്ല. ഇനി ഇദ്ദകാലത്ത് പാലിക്കേണ്ട നിയമങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇദ്ദകാലത്ത് വിവാഹം കഴിക്കാനോ വിവാഹാലോചന നടത്താനോ പാടില്ല. അത് ഈ ആയത്തിന്റെ തൊട്ട് ശേഷമുള്ള ആയത്തിൽ, ഇദ്ദയുടെ ആയത്തിന് ശേഷമുള്ള 235ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലാ ജുനാഹ അലൈക്കും ഫീമാ അറൽതും ബിഹി മിൻ ഖിത്ബത്തിൻ നിസാ ഔ അക്രൻതും ഫീ അൻഫുസിഹിം അലിമല്ലാഹു അന്നകും സതദ്കുറൂനഹുന്ന വലാകിൻ ലാ തുവാഇദൂഹുന്ന സിർറാ ഇല്ലാ അൻ തഖൂലു ഖൗലൻ മഅറൂഫാ. നിങ്ങൾക്ക് കുറ്റമില്ല ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ അവരുടെ വിവാഹാലോചന നിങ്ങൾ വ്യംഗ്യമായി പറയുന്നതിലോ
അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മറച്ചു വെക്കുന്നതിലോ നിങ്ങൾക്ക് കുറ്റമില്ല. പക്ഷേ രഹസ്യമായി അവരോട് എന്തെങ്കിലും ഒരു കരാറിൽ ഏർപ്പെടുകയോ മറ്റോ ചെയ്യരുത്. മര്യാദ പ്രകാരമുള്ള വാക്കുകൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ വലാ തഅ്സിമു ഉഖദത്തൻ നിക്കാഹ ഹത്താ യബ്ലുഗൽ കിതാബു അജലഹു, ഇദ്ദ തീരുന്നതുവരെ അവളുമായുള്ള വിവാഹബന്ധത്തിന് നിങ്ങൾ തീരുമാനമെടുക്കരുത്. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫി അൻഫുസിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു അറിയുമെന്ന് നിങ്ങൾ അറിയണം. ഫഹദറുഹു, അവനെ നിങ്ങൾ സൂക്ഷിക്കണം. വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അല്ലാഹു എല്ലാം പൊറുക്കുന്നവരും സാഹചര്യമുള്ളവരുമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇദ്ദയിലിരിക്കുന്ന ഒരു പെണ്ണിനോട് സൂചനയായിട്ട് എന്തെങ്കിലും പറയുന്നത് തെറ്റില്ല. ഭർത്താവ് മരിച്ച് നീ കഷ്ടപ്പെടുന്നു വേണ്ട, ഇൻഷാ അല്ലാഹ് അനക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കൂടാന്നുണ്ടോ, അങ്ങനെയുള്ള വ്യംഗ്യമായ വാക്കുകൾ പറയാവുന്നതിന് തെറ്റില്ല. പക്ഷേ രഹസ്യമായി എന്തെങ്കിലും കരാറിനിട്ടാ അതിന് കഴിയട്ടെ, കഴിഞ്ഞ എന്നെ ഞാൻ കെട്ടിക്കോളൂ, ഒന്നും പേടിക്കണ്ട എന്നൊന്നും പറഞ്ഞ് ആരും സമാധാനിപ്പിക്കാൻ പോണ്ടതില്ല എന്നർത്ഥം. അങ്ങനെ രഹസ്യമായ നിലക്ക് തീരുമാനിക്കുകയോ എന്നാ കഴിയണത് അതിന്റെ പിറ്റേന്തേക്ക് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞേക്ക് നിക്കാഹ് നിശ്ചയിച്ച് കത്തൊക്കെ അടുപ്പിച്ച് ഓളെ ഇത്ത കഴിഞ്ഞു പിറ്റേന്ന് കല്യാണം, അതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. വിവാഹമോ വിവാഹാലോചനയോ പാടില്ല. രഹസ്യമായ അങ്ങനെയുള്ള ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. വ്യംഗ്യമായി സൂചിപ്പിക്കുകയോ മനസ്സിൽ മറച്ചു വെക്കുകയോ ചെയ്യാമെന്നാണ് ഈ ആയത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഇനി ഇദ്ദയിലിരിക്കുന്ന പെണ്ണുങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സാധാരണ ജീവിതം പോലെയല്ല, ഇതൊരു ദുഃഖാചരണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ അലങ്കാരങ്ങളിൽ നിന്നും അവൾ വിട്ടുനിൽക്കണം. ഉമ്മു അത്തയ്യത്തുൽ അൻസാരിയ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, കുന്നാ നുൻഹ അൻ നുഹിദ്ദ അലാ മയ്യിത്തിൻ ഫൗഖ സലാത്തിൻ, 3 ദിവസത്തിലധികം ഒരു മയ്യത്തിന്റെ മേലിൽ ഇദ്ദ ആചരിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖാചരണം ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരുന്നു. ഇല്ലാ അലാ സൗജിൻ 4 അശ്ഹുരിൻ വഅശ്റ, ഭർത്താവിന്റെ മേലൊഴികെ, അത് 4 മാസവും 10 ദിവസമാണ്. വലാ നഖ്തഹില വലാ നതതയ്യബ വലാ നൽബസ സൗബൻ മസ്ബൂഗ, ഞങ്ങൾ സുർമയിടാനോ അല്ലെങ്കിൽ സുഗന്ധം പൂശാനോ അല്ലെങ്കിൽ ചായം മുക്കിയ വസ്ത്രം ധരിക്കാനോ പാടില്ല. ഇല്ലാ സൗബ അസ്ബിൻ, നെയ്യുന്നതിന് മുമ്പേ അതിലുള്ള ചായമല്ല, ഭംഗിക്ക് വേണ്ടി പൂശിയ ചായം. വഖദ് റുഖിസ ലനാ ഇൻദ തുഹരി ഇദാ ഖതസലത് ഇഹ്ദാനാ മിൻ മഹീലതിഹാ ഫീ നുബ്ദത്തിൻ മിൻ ഖുസ്തി അൽഫാർ വകുന്നാ നുൻഹ അൻ ഇത്തിബാഇൽ ജനായിസ്, ഞങ്ങൾക്ക് ആർത്തവം ഉണ്ടായ സമയത്ത് ആർത്തവത്തിൽ നിന്ന് കുളിച്ച് ശുദ്ധിയാകുമ്പോൾ മാത്രം അല്പം സുഗന്ധം ദുർഗന്ധം നീക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്നല്ലാതെ മറ്റ് സുഗന്ധങ്ങളൊന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഇദ്ദാ സമയത്ത്. ഇത് സഹാബി വനിത പറയാണ്. അതുപോലെ മയ്യത്ത് കട്ടിലിന്റെ കൂടെ പോകുന്നതിൽ നിന്നും ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഈ ഹദീസാണ് അതിലുള്ള പ്രധാനപ്പെട്ട അവലംബം. ഇതിൽ വ്യക്തമായി തന്നെ പറഞ്ഞു എന്ത്, തീബ് ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു റിവായത്തിൽ വലാ തമസ്സ തീബൻ എന്നും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശരീരത്തിലോ വസ്ത്രത്തിലോ യാതൊരു വിധത്തിലുള്ള സുഗന്ധവും ഈ 4 മാസവും 10 ദിവസവും അവൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഭർത്താവിന് സ്വീകരിക്കുന്ന ഭാര്യയ്ക്ക് സുഗന്ധം ഉപയോഗിക്കാം. പുറത്തിറങ്ങുമ്പോൾ മാത്രമേ പെണ്ണുങ്ങൾക്ക് സുഗന്ധം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഭർത്താവിന് സ്വീകരിക്കാൻ നിൽക്കുന്ന പെണ്ണിന് സുഗന്ധം ഉപയോഗിക്കാം, പക്ഷേ ഇദ്ദയിലിരിക്കുമ്പോൾ പാടില്ല. ഹെയർ ഓയിൽ പോലും ഒഴിവാക്കണം എന്നർത്ഥം. കാരണം ദുഃഖാചരണത്തിന്റെ തത്വത്തിന് എതിരാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആർത്തവരക്തമോ പ്രസവരക്തമോ കുളിച്ച് ശുദ്ധിയാകുമ്പോൾ അല്പം സുഗന്ധം ആവാം എന്ന് മാത്രം. അതുപോലെ മുടി ചീകുകയാണ്. മുടി ജടകുത്താതിരിക്കാൻ വേണ്ടി സാധാരണ എണ്ണകൾ പുരട്ടാം, സുഗന്ധമില്ലാത്ത ലേപനങ്ങൾ പുരട്ടാം, പക്ഷേ സുഗന്ധമുള്ള ഹെയർ ഓയിൽ പോലത്തെ സാധനങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അലങ്കാരത്തിനുള്ള എല്ലാ എണ്ണകളും ഒഴിവാക്കണം, സുഗന്ധവും ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരം വെളുത്ത് എണീറ്റ് മുടിയൊക്കെ ചീകി പൂവൊക്കെ ചൂടിക്കണം നിൽക്കുമല്ലോ പെണ്ണുങ്ങൾ ഭർത്താവിന് വേണ്ടി, അതുപോലെ ഇദ്ദയിലിരിക്കുന്ന പെണ്ണ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ മൈലാഞ്ചി, സുറുമ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മുഖത്തോ കയ്യിലോ നഖത്തിലോ ഒക്കെ ചായം പുരട്ടൽ, ഒന്നുണ്ടാക്കുമ്പോൾ വെള്ളം ചേരുന്നതിന് തടസ്സമല്ലാത്ത ചായം പെണ്ണുങ്ങൾക്ക് പൂശാം. അത് അന്യ ആണുങ്ങളെ കാണിക്കാൻ പാടില്ല. ഭർത്താവിന്റെ മുമ്പിൽ അതൊക്കെയാവാം. ഇപ്പൊ നഖം ക്യൂടെക്സ് പോലത്തെ ഒഴിവാക്കിയിട്ട് മൈലാഞ്ചി പോലത്തെ കൊണ്ട് പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ അവളെ മുഖത്ത് നിറം മാറ്റുന്നതിന് വേണ്ടി പ്രത്യേക ലേപനങ്ങൾ പുരട്ടാം, അതൊന്നും യാതൊരു കുഴപ്പമില്ല. ഒന്നെടുക്കുന്ന സമയത്ത് നിസ്കാര സമയത്ത് അത് ഒഴിവാക്കണം എന്ന് മാത്രം. എന്നാൽ ഭർത്താവ് മരിച്ച പെണ്ണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. മൈലാഞ്ചി ഇടാൻ പാടില്ല, കണ്ണിൽ സുർമ ഉപയോഗിക്കാൻ പാടില്ല. ഇതിനെപ്പറ്റി ഹദീസുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൽ മുതവഫ അൻഹാ സൗജുഹാ ലാ തൽബസുൽ മുഅസ്ഫിറ മിന സിയാബ്, ഭർത്താവ് മരിച്ച പെണ്ണ് മഞ്ഞച്ചായം മുക്കിയ വസ്ത്രം ധരിക്കരുത്. വലൽ മുമശഖത, കാവിച്ചായം മുക്കിയത്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, വസ്ത്രം വാങ്ങിയിട്ട് ഓരോ ചായ കളറുകൾ വാങ്ങിയിട്ട് പ്രത്യേക അലങ്കാരത്തിന് വേണ്ടി അതിൽ മുക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതൊക്കെ, ഇപ്പൊ അതൊക്കെ എടുത്തു പോയതാ. ഇപ്പോ അങ്ങനെ ചായം മുക്കിയ വസ്ത്രം ആരും ഉപയോഗിക്കാറില്ല. അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് അലങ്കാരത്തിന്. ഇതിന്റെ ഉദ്ദേശം എന്താണ്?
അലങ്കാര വസ്ത്രങ്ങൾ, ഭംഗിക്കും അഴകിനും വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. വലൽ ഹുലിയ, അതുപോലെ തന്നെ ആഭരണം അവൾ ധരിക്കരുത്. വലാ തഖ്തലിബു, അവൾ നിറം കൊടുക്കരുത്. ഇവര് പറഞ്ഞ ലേപനങ്ങൾ കൊണ്ടോ മൈലാഞ്ചി കൊണ്ടോ ഒന്നും. വലാ തഖ്തഹിൽ, അവൾ സുറുമ ഉപയോഗിക്കുകയും പാടില്ല. അപ്പൊ നല്ല പൗഡറോ കൺമഷിയോ സുർമയോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവൾ ഒഴിവാക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നബ്നതി തൂഫി അൻഹാ സൗജുഹാ, എന്റെ മോളെ ഭർത്താവ് മരിച്ചുപോയി. ഫഖദിസ്തഖത ഐനുഹാ അഫതഖ്ഹുലുഹാ, അവളെ കണ്ണിനാണെങ്കിൽ രോഗം ബാധിച്ചിട്ടുണ്ട്. അപ്പൊ സുറുമ കൊണ്ടൊരു ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ചികിത്സിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ, പറ്റൂല എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, 2 വട്ടം 3 വട്ടം ചോദിച്ചപ്പോഴും ലാ ലാ കുല്ലു ദാലിക യഖൂലു ലാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സുറുമയല്ലാത്ത മറ്റു ചികിത്സ ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് അതിനർത്ഥം. ഇവിടെ നമ്മുടെ നാട്ടിലൊരു ഇതെന്താ വെച്ചാല് വെള്ള വസ്ത്രം തന്നെ ധരിക്കണം. അവൾ ഉടുക്കുന്നത് വെള്ള, അടിയിലൊടുക്കുന്നത് വെള്ള, നിസ്കരിക്കാനുള്ള മുസല്ല വെള്ള, കിടക്കണ വിരിപ്പ് വെള്ള, ആകെ വെള്ള. അല്ലെങ്കിൽ ചില നാടുകളൊക്കെ ഉണ്ട് കറുപ്പ് മാത്രം, കറുത്ത വസ്ത്രം, കറുത്ത കുപ്പായം, കറുത്ത മുസല്ല, ഒക്കെ കറുപ്പ്. ഇങ്ങനെ വെള്ളയെന്നോ കറുപ്പെന്നോ പച്ചയെന്നോ ചുവപ്പെന്നോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരു പ്രത്യേക നിറവും പറഞ്ഞിട്ടില്ല. അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വ്യക്തമായിട്ട് വെള്ള വേണമെന്നോ കറുപ്പ് വേണമെന്നോ ഹദീസിൽ വരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിന് വാശി പിടിക്കേണ്ടതില്ല. ഏത് കളർ എന്നതല്ല പ്രശ്നം, അത് സീനത്തിന് അഴകിന് ഉപയോഗിക്കുന്ന കാര്യമാണോ എന്നാണ് നോക്കേണ്ടത്. മറ്റൊരു കാര്യം, അവളുടെ ആഭരണങ്ങൾ എല്ലാം അഴിച്ചു വെക്കണം. സ്വർണ്ണാഭരണോ വെള്ളിയാഭരണോ, ഇന്നിപ്പോ പലതരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടും പലതരം ആഭരണങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അതെല്ലാം ശരീരത്തിലുള്ള മുഴുവൻ ആഭരണങ്ങളും അവൾ ഒഴിവാക്കണം. സ്വർണം പൂശിയതാകട്ടെ വെള്ളി പൂശിയതാകട്ടെ, വളയോ മോതിരമോ മാലയോ പാദസരമോ കമ്മലോ എന്താണെങ്കിലും അതെല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും അവൾ ഈ പീരീഡിൽ ഒഴിവാക്കി വെക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നത്തെ വാച്ചുകള്, ഇന്നിപ്പോ ആരും സമയമറിയധികം വാച്ച് കിട്ടുന്നില്ല അല്ലേ? ഇപ്പൊ മൊബൈലൊക്കെ വന്ന് എല്ലാ മൊബൈലിലും സമയം ഉണ്ടായപ്പോ വാച്ച് കച്ചവടക്കാർ പേടിച്ചിരുന്നു, വാച്ച് കച്ചവടം നിന്നു പോകുമെന്ന്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എന്താ? വാച്ച് ഇന്ന് ആളുകളുടെ ഒരു അലങ്കാരമായിട്ടാണ് കിട്ടുന്നത്, ഒരു ആഭരണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ വാച്ചുകൾ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആഭരണങ്ങൾ മോഡലുകളാക്കിയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു ആഭരണമായി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാച്ചുകളും ഒഴിവാക്കണം. വെറും സമയം അറിയാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നും അല്ലെങ്കിൽ ലോക്കൽ വാച്ച് കിട്ടുന്നത് ആഭരണത്തിൽ പെടുകയില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ട് എല്ലാ ആഭരണങ്ങളും അഴിച്ചു വെക്കണം. ചില ആളുകൾ പറയും, ഞാൻ കെട്ടിയ കാലത്തുള്ള കമ്മലാണ്, ഇതെങ്ങനെയാ പൊട്ടിക്കുക? അത് പൊട്ടിച്ചേ പറ്റൂ. അത് പൊട്ടിക്കാൻ കഴിയില്ല, മരിക്കുമ്പോൾ പൊട്ടിക്കല്ലോ, മരിക്കല്ല അപ്പം തന്നെ പൊട്ടിച്ചോളണം, മനസ്സിലായില്ലേ? അത് അഴിച്ചു വെച്ചേ പറ്റൂ. ആഭരണം ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പാടില്ല. പിന്നെ അവിടെ വേറെ പഞ്ചായത്തിന് വർത്താനല്ല, മനസ്സിലായില്ലേ? അത് ആരാ അയക്കാൻ പറ്റും? നമ്മളെ അയച്ചാൽ പറ്റും. കാത് കീറുമെങ്കിൽ പറ്റുന്നാളെ കൊണ്ടുവരേണ്ടി വരും, അത് മുറിച്ചെടുക്കേണ്ടി വരും. ഇത് ഇടുമ്പോൾ ആലോചിക്കൂലല്ലോ, കാത് നിറയെ അങ്ങോട്ട് തുളച്ചിട്ട് അങ്ങോട്ട് കയറ്റില്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് പാടില്ല. പിന്നെ ഏത് വീട്ടിൽ വെച്ചാണോ ഭർത്താവ് മരിച്ചത്, ആ ഭർത്താവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇദ്ദ ഇരിക്കേണ്ടത്. ഇതുപോലെ തലശ്ശേരിക്കാർക്ക് പ്രയാസം തന്നെയാ, കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോ ഭർത്താവിന്റെ വീട് ഇറങ്ങുന്നു, ഭർത്താവിന്റെ വീട്ടിലാണ് ഇദ്ദ ഇരിക്കേണ്ടത്. ഇപ്പൊ നേരത്തെ മറ്റേ ഇദ്ദനെ പറ്റി പറഞ്ഞെടുത്തു, അല്ല നിങ്ങൾ അവരെ പുറത്താക്കരുത്, അവർ പുറത്തു പോവുകയും ചെയ്യരുത്. ഇവിടെ ആരെ പുറത്താക്കുന്നു? ഇങ്ങോട്ട് പുറത്താക്കുക എന്നല്ലാതെ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിക നിയമം അതാണ് എന്ന് നമ്മൾ പറയുന്നത് അതാണ്, അല്ലാതെ ഈ നാട്ടുകാരുള്ള ദേഷ്യം കൊണ്ട് പറയുന്നല്ല. നല്ല സൗകര്യമാണ് പുയ്യാപ്ല സമ്പ്രദായം, പക്ഷെ എന്താ ചെയ്യാ, നിയമം എങ്ങനെയായിപ്പോയി. അതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിലാണ് അവൾ ഇദ്ദ ഇരിക്കേണ്ടത്. ഇന്ന് പല ആളുകളും ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നവർ പോലും പെണ്ണിന്റെ ആളുകൾ പറയും, ഓൾ ഇങ്ങ് പോന്നോട്ടെ, അവിടെ നിന്നാ മൂപ്പര കുപ്പായോ മൂപ്പര പെന്നും മൂപ്പര ഫാൻറ്റും ഒക്കെ കാണുമ്പോൾ ഓൾക്ക് ദുഃഖം വരുള്ളൂ, അതുകൊണ്ട് അവിടെ നമ്മളെ വീട്ടിൽ നിന്നോട്ടെ, ദുഃഖം പോകട്ടെ. പാടില്ല. ഭർത്താവ് താമസിച്ച സ്ഥലത്ത് തന്നെ വേണം. അവിടെ ഉണ്ടായാൽ അയാളെ വസ്ത്രം മാറ്റി കാണും, മൂപ്പത്തിക്ക് ഓർമ്മ വരുള്ളൂ. ഓർമ്മ വരാനാണല്ലോ 4 ദിവസം ബത്തീസിരിക്കണത്, ഓർമ്മ ഇല്ലാണ്ടാകാനാ? എന്തായി മനുഷ്യന്മാർ അന്ധവിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിലാണ് അവൾ ഇദ്ദ ഇരിക്കേണ്ടത്. നിർബന്ധിതാവസ്ഥയിലല്ലാതെ അത്യാവശ്യ കാരണത്തിന് വേണ്ടിയല്ലാതെ അവൾ പുറത്തു പോകാൻ പാടില്ല. അത്യാവശ്യ കാര്യം തന്നെ കണ്ട കല്യാണത്തിനും തക്കാരത്തിനൊന്നും പോകാൻ പാടില്ല, അല്ല ഒഴിവാക്കണം. മറിച്ച് ഇപ്പോ അവളെ നിർബന്ധമായും ഡോക്ടറെ കാണിക്കേണ്ടി വന്നു, ഡോക്ടർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല, അല്ലെങ്കിൽ മരുന്ന് പറഞ്ഞു വാങ്ങാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു അസുഖമാണെങ്കിൽ ഡോക്ടറെ കാണണം. അല്ല ഏറ്റവും അടുത്തൊരു ബന്ധു മരിച്ചു, അപ്പൊ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ പുറത്തു പോകാം എന്ന് മാത്രം. ഹജ്ജിന് പോലും പോകരുത് എന്നാണ് ഉലമാക്കൾ ഫത്വ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ പല ആളുകളുണ്ട് ഹജ്ജിനൊക്കെ, അതിനിപ്പോ എന്താ കുഴപ്പം, പൈസ കെട്ടിയതല്ലേ, ഇനിയിപ്പോ അത് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായം പറഞ്ഞു കൊടുക്കും. ചില ആളുകൾ അതിന് ഫത്വയും കൊടുക്കും. എന്നാൽ പാടില്ല എന്നതാണ്
ഉലമാക്കൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം ആലുഷിഫ്, ഷെയ്ഖ് ബിർബാസിന് മുമ്പുള്ള സൗദിയിലെ മുഫ്തി, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, തന്റെ ഉമ്മാനെ സംബന്ധിച്ച ഒരാള് പിന്നെ ഹജ്ജിന് പോകാൻ പറ്റുമോ, എനിക്ക് അപ്പോഴേ ലീവ് ഉള്ളൂ, അവരെ ഇദ്ദ അവസാനിക്കുന്നത് ദുൽഹജ്ജ് 8-നാണ്. എന്താ മറുപടി കൊടുത്താറിയോ? ലൈസ ലിൽ മർഅത്തി ലത്തി ഫിൽ ഹിദാദി അസ്സഫർ ലിൽ ഹജ്ജ്, ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന് ഹജ്ജിന് പോകാവതല്ല. കമാ ഹുവ മദ്ഹബുൽ അഇമ്മത്തിൽ അർബഅ, 4 ഇമാമുകളുടെയും മദ്ഹബ് അതാണ്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക് 4 മദ്ഹബിൽ പറയപ്പെട്ട 4 മദ്ഹബിലെ നിയമത. അമ്മാ മാ ദക്കർത മിൻ അന്നഹു ലാ യഹ്സുൽ ലക ഇജാത്ത് ഇല്ലാ ഫീ ഹാദൽ വഖ്ത്, നിനക്ക് ഈ സമയത്തല്ലാതെ ലീവ് കിട്ടൂല നീ പറഞ്ഞല്ലോ. ഫലൈസ ദാലിക മുസഖിൻ ശർഇയ്യൻ യുജീസു ബിൽ മർഅത്തി ലത്തി ഫീ ഇദ്ദത്തിൽ വഫാത്ത്, വഫാത്ത് മരിച്ച ഇദ്ദയിലിരിക്കുന്ന പെണ്ണിനെ കൊണ്ടുപോകാനുള്ള ശർഇയായ ഒരു ഇതല്ല അത് എന്ന് പ്രത്യേകിച്ച് തന്നെ അയാൾക്ക് പറഞ്ഞു കൊടുത്തതായിട്ട് നമുക്ക് ഹദീസിലും അതുപോലെ തന്നെ ഫത്വകളിലൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഹജ്ജിന് പോകാൻ പാടില്ല എന്നത് വ്യക്തമായ നിയമമാണ്. അത് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, അത് ചോദിക്കും, അങ്ങനെ പോണിന് കുഴപ്പമില്ല എന്നുള്ള മറ്റേ ഉസ്താദ് പറഞ്ഞ് ഈ ഉസ്താദ് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പോകാറുണ്ട്. ഇപ്പോ ഇദ്ദയുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോ ആദ്യമായി എടുത്തു പറഞ്ഞ കാര്യം എന്താ അറിയോ ഫത്വയില്? ലുസൂമു ബൈത്തിഹല്ലദീ മാത സൗജുഹ വഹിയ സാകിനത്തുൻ ഫീ, അവൾ അവളുടെ ഭർത്താവ് മരിക്കുമ്പോൾ അവൾ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലാണ്, അവിടെ തന്നെ ഇരിക്കണം. തുഖീമു ഫീ ഹത്താ തൻതഹിയൽ ഇദ്ദ, ഇദ്ദ അവസാനിക്കുന്നത് അവിടെയാണ് ഇരിക്കേണ്ടത്. വയ അർബഅത അശ്ഹുരിൻ വഅശ്റ, അത് 4 മാസവും 10 ദിവസമാണ്. ഇല്ല അൻ തകുന ഹുബ്ല, അവൾ ഗർഭിണിയാണെങ്കിൽ ഒഴികെ. ഫൈനാ തഖ്രീബൽ ഇദ്ദത്തി ബിവദിൽ ഹംലി, കാരണം ഗർഭം പ്രസവിക്കുന്നതോടെ അവൾ ഇദ്ദയിൽ നിന്ന് പുറത്തു വരും. വലാ തഖ്റുജു മിൻ ഇല്ലാ ലിഹാജത്തിൻ ഔ ദറൂറ, കണ്ടോ, നിർബന്ധിതാവസ്ഥക്കോ അത്യാവശ്യത്തിനോ അല്ലാതെ അവൾ പുറത്തു പോകരുത്. കമുറാജഅത്തിൽ മുസ്തശ്ഫ ഇൻദൽ മറളി, രോഗം വന്നു ഡോക്ടറെ കാണിക്കണം, വേറെ വഴിയില്ല. വശിറാഉ ഹാജത്തിഹാ മിന സൂഖി കത്തആമി നഹ്വി ദാലിക്, അവൾക്ക് അത്യാവശ്യം ഭക്ഷണം അത് കൊണ്ടുവന്ന് കൊടുക്കാൻ ആരുമില്ല എങ്കിൽ അതിനു വേണ്ടിയിട്ട് അവൾക്ക് എന്ത് പീടിയൊന്ന് പോണ്ടി വന്നാൽ ആ മറ സ്വീകരിച്ചുകൊണ്ട് അവൾക്ക് പോകാം. ഇതാലം വെക്കുല്ലതീ അമന്യ കോബിദാലിക്ക്, അതൊന്നും കൊടുന്നു കൊടുക്കാൻ ആണുങ്ങൾ ആരുമില്ലെങ്കിൽ. വക്കദാലിക്കലും ഇൻഹദമൽ ബൈത്തു, ആ വീടങ്ങ് പൊളിഞ്ഞാടിയാലോ അപ്പൊ പിന്നെ അവിടെ നിൽക്കേണ്ടയില്ല. ഫൈനഹാ തഖ്റുജു മിൻഹു ഇലാ ഗൈരി, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാം. പിന്നെ ആ നിൽക്കുന്ന വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി അപ്പൊ സ്വാഭാവികമായും പോകേണ്ടി വരും. ഉദാഹരണമായിട്ട് ഒറ്റപ്പെട്ടൊരു സ്ഥലത്താണ് ഭർത്താവിന്റെ വീട്, അവിടെ അവളെ ബന്ധുക്കൾ ആരുമില്ല, വേറെ വീട്ടിൽ നിന്ന് ഇവൾക്ക് തുണക്കൊന്ന് നിൽക്കാൻ പറ്റിയ മഹറമായ പുരുഷന്മാരുമില്ല, ചെറിയ കുട്ടികളാണ്, കള്ളന്മാരെ ശല്യമുണ്ട്, അല്ലെങ്കിൽ പൂവാലന്മാരെ ശല്യമുണ്ട്, തമ്മാടികളെ ശല്യമുണ്ട്, അങ്ങനെയൊക്കെ ആവാം. വീട് വാടകയാണ്, വാടക കൊടുക്കാൻ വിളയിൽ പൈസ അല്ല, അത് ആരോടെങ്കിലും യാചിക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വന്നാൽ വേറെ വീട്ടിലേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകാം. ഇപ്പോൾ ഭർത്താവ് മരിച്ചു, പിന്നുള്ള ഭർത്താവിന്റെ സഹോദരങ്ങളാ, അവരെത്ര ദീനില്ലാത്തവരാണെങ്കിൽ ഇവിടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് പേടിയുണ്ടെങ്കിൽ പടിയുണ്ടാവാം. ഏട്ടത്തിന്റെ ഭർത്താവ് അനിയത്തിന്റെ ഭർത്താവ് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. അതുപോലെ ശല്യപ്പെടുത്തും എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ മാറി താമസിക്കാവുന്നതാണ്. ഇവിടെ ചില ആളുകൾ ചോദിക്കും, ഭർത്താവിന്റെ സഹോദരങ്ങളെ കാണാൻ പറ്റും, മറ്റവരെ കാണാൻ പറ്റും, ഇന്നാലെ കാണാൻ പറ്റും എന്നൊക്കെ. ഭർത്താവിന്റെ ജീവിതകാലത്ത് ആരെയൊക്കെ എത്രയൊക്കെ കാണാം, ആ നിയമം നമ്മൾ പലപ്പോഴും പാലിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഈ സംശയം വരുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, കാണാം, സംസാരിക്കാം. പക്ഷെ എന്ത് ചെയ്യണം, ഇടപഴകുന്നത് സൂക്ഷിക്കണം. അത് ഭർത്താവുള്ള കാലത്തും സൂക്ഷിക്കണം. ഭർത്താവിന്റെ അനിയനും ഭർത്താവിന്റെ ജ്യേഷ്ഠനും, അതുപോലെ ഭാര്യന്റെ അനിയത്തിന്റെ ഭർത്താവ് അല്ല തന്റെ അനിയത്തിന്റെ ഭർത്താവും തന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവും ഒക്കെ അന്യപുരുഷന്മാരായി കാണാൻ ഇപ്പോഴും പലർക്കും സാധിച്ചു. അതെങ്ങനെ അന്യപുരുഷനാകുക, നമ്മൾ ഒരേ പേരെ താമസിക്കുന്നവരല്ലേ എന്നാ പറയാ. അത് ഇസ്ലാമിക നിയമം അനുസരിച്ച് തെറ്റാണ്. അത് ഒരിക്കലും തന്നെ നമ്മൾ നിയമമായിട്ട് മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ട് പുറത്തു പോകാൻ പാടില്ല, അന്യപുരുഷന്മാരോട് സംസാരിക്കാനേ പാടില്ല, കാണാനേ പാടില്ല എന്നൊക്കെ പറയും ചില ആളുകൾ. പക്ഷെ അത് ഇസ്ലാമിൽ എല്ലാ കാലത്തുമുള്ള നിയമമാണ്, അത് പ്രത്യേകിച്ച് പാലിക്കണം എന്ന് മാത്രം. പിന്നെ എഴുത്തിക്കാഫ് ഇരിക്കുമ്പോഴാണ് ഭർത്താവ് മരിച്ചാൽ എന്ത് ചെയ്യണം, എഴുത്തിക്കാഫ് നിർത്തി ഇദ്ദയിലിരിക്കാൻ വേണ്ടി തിരിച്ചു പോകണം. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കുറച്ച് പെണ്ണുങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി വന്നു. അവരെ ഭർത്താക്കന്മാര് മരിച്ചു എന്ന് വിവരം കിട്ടിയപ്പോ ദുൽഹുലൈഫയിൽ നിന്ന്, അതായത് മീഖാത്തിൽ നിന്ന് അവരെ വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചു വന്ന് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി സഈദ് ബിൻ മൻസൂറിന്റെ സുനനിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക്കിന്റെ മുവത്തയിലും അതുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് അതിൽ നിയമം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം
ഭർത്താവ് മരിച്ച സ്ത്രീ ഇദ്ദ ആചരിക്കേണ്ടത്. ഈ നിയമങ്ങൾ പലർക്കും അറിയില്ല, അറിയാത്തവർക്കത് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ നിയമങ്ങൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖികളെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇദ്ദയുമായി ബന്ധപ്പെട്ട ചില ഖുറാഫാത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു റൂമിൽ തന്നെ അവൾ അടച്ചിരിക്കണം, വീട്ടിൻ്റെ ഉള്ളിൽ പോലും നടക്കാൻ പാടില്ല, ഫോൺ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പാടില്ല, ചെരുപ്പിടാൻ പാടില്ല, ആരോടും സംസാരിക്കാൻ പാടില്ല, ആകാശത്തേക്ക് നോക്കാനോ ചന്ദ്രനെ കാണാനോ പാടില്ല, പാടില്ല പാടില്ല എന്തെല്ലാം പാടില്ലകളാ. ഒക്കെ ഈ പാടില്ല എന്ന് പറയാനെങ്കിൽ അള്ളാഹു റസൂലോ പറയണ്ടേ, നമ്മളൊക്കെ നിയമം ഉണ്ടാക്കല. ഇതൊന്നും ഇസ്ലാം വിരോധിച്ചിട്ട കാര്യമല്ല. അതുപോലെ ബാങ്ക് കേട്ട അപ്പം നിസ്കരിച്ചോളണം, സമയമായി നയാ പിന്നെ പിന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കറുത്ത വസ്ത്രമോ വെള്ള വസ്ത്രമോ മാത്രം ധരിക്കണം. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിയമമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പാലിക്കുന്നതിന് വേറെ വല്ല തടസ്സവുമുണ്ടോ എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. ഇപ്പൊ സമയം പിന്തിക്കുക, അത് നമുക്ക് ഈ മാസം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അടുത്ത 4 മാസം ആക്കാം, പറ്റുമോ? പാടില്ല. അല്ല ഈ പറഞ്ഞത് അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, സുഗന്ധം പാടില്ല എന്നൊക്കെ ഉണ്ട്, ആഭരണയിച്ചൊക്കെ എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇതൊന്നും അല്ല, ഒരു കല്യാണത്തിന് പോവുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അതിൽ കളവ് പ്രഖ്യാപിക്കും. പാടില്ല. പിന്നെ വേറെ ചില പെണ്ണുങ്ങളുടെ കാര്യം എന്താ വെച്ചാല്, പെണ്ണുങ്ങൾ സ്വയം ശപഥം ചെയ്യും, ഇനി ഞാൻ ആരെയും കല്യാണം കഴിക്കൂല. ആദ്യഘട്ടത്തിൽ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് പലപ്പോഴും പെണ്ണുങ്ങളും അങ്ങനെ പറയുക. മാത്രമല്ല ഇദ്ദ കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിന്റെ ഉത്തരവാദപ്പെട്ടവരുടെ ബാധ്യത എന്താ, അവൾക്ക് വേറെ കല്യാണം കഴിക്കണോ, അതിന് ആഗ്രഹമുണ്ടോ, അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പല പെണ്ണുങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും കല്യാണം കഴിക്കണം, ചെറുപ്രായമായിരിക്കും, കുട്ടികളൊന്നും ഉണ്ടാവില്ല. എന്നാലും കുടുംബങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഓളെ വിധി അങ്ങനെയാണ്, ഓളെ അവിടെ കട്ടെ, നമ്മളെ വീട്ടിൽ പാത്രം കഴുകാനൊന്നും ആളില്ലല്ലോ, ഒരാൾ അവിടെ കട്ടെ എന്ന് തീരുമാനിക്കാൻ നമുക്ക് പാടില്ല. പെണ്ണുങ്ങളും തന്നെ ഭർത്താവിനുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇനി കാലാകാലം ഞാൻ വിധവയായി ജീവിച്ചു കൊള്ളാം എന്ന് ശപഥം ചെയ്യാൻ പാടില്ല. കാരണം ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ച് വേറെ കല്യാണം കഴിച്ചാൽ അവസാനം ആരുടെ ഭാര്യയാണോ അയാളുടെ ഭാര്യയായിട്ടാണ് പരലോകത്ത് വരിക. അത് ശരിയാണ്, അങ്ങനെ തന്നെ ഹദീസിലുണ്ട്. ആരുടെ ഭാര്യയായിട്ടാണ് അവസാനം അയാളുടെ ഭാര്യയായിട്ടാണ് പരലോകത്ത് വരിക. അപ്പൊ തന്റെ ഭർത്താവിന്റെ കൂടെ ആദ്യ ഭർത്താവിനോട് സ്വർഗത്ത് പോകാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന നിലക്കാണ് ഇവള്. ശരിയാണ്, രണ്ടാളും സ്വർഗത്ത് പോയാലേ ഇതൊക്കെ നടക്കുള്ളൂ. ഭർത്താവ് മരിച്ചതിന് ശേഷം ഇവള് നരകത്ത് പോണ അവസ്ഥയിലേക്ക് പോയാലോ? ഇവള് ഭർത്താവ് മരിച്ചു, കുടുംബം പോറ്റാൻ വേണ്ടി മറ്റാരോട് യാചിക്കണ്ട എന്ന നിലക്ക് എന്ത് ഇവള് ജോലിക്ക് പോകാൻ തുടങ്ങി. അത് പലതും ഹറാമായിരിക്കും, പല ജോലികളും. ജോലി സ്ഥലത്ത് എന്ന് പല ആളുകളേറ്റും ഇടപെട്ട് പലതുമായി പിന്നെ പല ആണുങ്ങളൊപ്പം പോയി അങ്ങനെ വെളന്നെ എന്തായി പോവും, നരകത്ത് പോണ അവസ്ഥ വരും. അപ്പൊ അതിലും നല്ലത് എന്താണ്, പല കാമപ്രാന്തന്മാരും പൂവാലന്മാരും ഒക്കെ ഇങ്ങനെ ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളെ പിന്നാലെ കൂടാൻ നിൽക്കും. പ്രലോഭനങ്ങളുമായിട്ടും പ്രകോപനങ്ങളുമായിട്ടും ഒക്കെ പലതരത്തിലും വരും. അത്തരം സന്ദർഭത്തിലൊക്കെ വഴിതെറ്റാൻ വേറെ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ പിന്നെ അവൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല. സ്വർഗത്ത് പോയാലല്ലേ മറ്റൊന്ന് കിട്ടുള്ളൂ. ഇവിടെ നരകത്ത് പോണ അവസ്ഥയാണെങ്കിലോ? അപ്പൊ അതുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ചിട്ട് അവൾ തീരുമാനിക്കുക, ഇങ്ങനെ ഞാൻ നിന്നാ എന്റെ അവസ്ഥ എന്താവും, എന്റെ കുട്ടികൾക്ക് ഒരു വാപ്പാന്റെ സ്ഥാനത്ത് ആരുമില്ല, എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചും ജോലി ചെയ്ത് എന്റെ എല്ലാ ഇജ്ജത്തും നഷ്ടപ്പെട്ടു പോകും, ഒരു ഭർത്താവിന്റെ അഭയമുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എന്ന് അവൾ തീരുമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷെ അവിടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാല്, ഭർത്താവ് മരിച്ച പെണ്ണാണെങ്കിലും ഭാര്യ അല്ലാത്ത ഒരു ആണെങ്കിൽ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ കുത്തിരിക്കും. ഒരു ബഹുഭാര്യത്വ ഇസ്ലാമിലുള്ളതാണ്, ഒരു ഭാര്യയും കുട്ടികളുള്ള ആളാണ് കല്യാണം അന്വേഷിച്ച് വന്നതെങ്കിലും എന്തുകൊണ്ട് അതിന് വഴങ്ങിക്കൂടാ? പല പെണ്ണുങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്റെ ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടാവും, അതെനിക്ക് സഹിക്കൂല. അപ്പൊ അള്ളാഹിന്റെ നിയമം ഇവർക്ക് അറിയില്ലേ? അള്ളാഹു 4 വരെ കല്യാണം കഴിക്കാൻ നീതിപൂർവ്വം കൊണ്ടു നടക്കുമെന്നുണ്ടെങ്കിൽ 4 വരെ കല്യാണം കഴിക്കാൻ അനുവദിച്ചാൽ അപ്പൊ പെണ്ണ് മനസ്സിലാക്കണ്ടേ, എന്റെ ഭർത്താവിന് ഞാൻ മാത്രമല്ല ഭാര്യ, അദ്ദേഹത്തിന് വേറൊരു ഭാര്യയും കൂടി ഉണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പെണ്ണുങ്ങൾക്ക് സാധിക്കണം, പെണ്ണിന്റെ വീട്ടുകാർക്കും സാധിക്കണം. അപ്പൊ വിധവകളായ പെണ്ണുങ്ങള് ബഹുഭാര്യത്വ സമ്പ്രദായത്തിലേ രക്ഷപ്പെടുള്ളൂ. അല്ലാതെ ഭാര്യ മരിച്ച വേറൊരാളെ കിട്ടണം എന്ന് വിചാരിച്ച കിട്ടിക്കൂടാതൊന്നുമില്ല. പക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ഭാര്യ മരിച്ചവർക്കും ഫ്രഷായ പെണ്ണിനെ വേറെ കിട്ടുന്ന കാലാത്.
അപ്പൊ അതുകൊണ്ട് അത് കാത്തിരിക്കേണ്ടതില്ല. ബഹുഭാര്യത്വമാണെങ്കിലും പലപ്പോഴും കല്യാണം കഴിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. അപ്പൊ അതുകൊണ്ട് എനിക്കു ശേഷം നീ ആരെയും കല്യാണം കഴിക്കരുത് എന്ന് ഭർത്താവ് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിലോ, ചില ആളുകൾ അങ്ങനെ ചോദിക്കും, ചില മന്ദന്മാർ അങ്ങനെ പറയും, അത് പാടില്ല. ആ വസിയത്ത് നടപ്പിലാക്കാൻ ബാധ്യതയില്ല. കല്യാണം കഴിക്കാൻ മരണത്തിന് ശേഷം പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് മാത്രമുള്ളതാണ്. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്. അവിടുത്തെ പത്നിമാർ മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്. അവിടെ നമ്മളെ ഉമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിക്കുമ്പോൾ 11 ഭാര്യമാരുണ്ട്, ചെറുപ്പായക്കാരുണ്ട്. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിച്ച ഇസ്ലാം. എന്നിട്ട് സഹാബികൾ ആരെങ്കിലും നബിന്റെ ഭാര്യമാരെ കെട്ടിയോ? ഇല്ല. എന്തേ കാരണം? ഉമ്മമാരാണ്. ഉമ്മമാരെ കല്യാണം കഴിക്കാൻ പറ്റുമോ? നബിന്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്. അവർക്ക് മാത്രമുള്ള നിയമമാണത്. മറ്റാർക്കും ആ നിയമം ബാധകമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ നാട്ടിൽ നടത്തുന്ന വേറെ സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഓൻ്റെ അനുജനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ നിർബന്ധിക്കുക. ഇവൾക്ക് യാതൊരു ഇഷ്ടം ഉണ്ടാവില്ല. സ്വത്ത് പുറത്തു പോകാതിരിക്കാനാണ്, നമ്മൾ കുട്ടികളെ നോക്കാനാണ്. നല്ലോനാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. ഓന് ചിലപ്പോൾ ഓരോ ഭാര്യ ഉണ്ടെങ്കിൽ പോലും ഭർത്താവിൻ്റെ അനിയനോ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോ ഉത്തരവാദപ്പെട്ട കെട്ടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇവൾക്ക് തീരെ ഇഷ്ടമല്ല, ഓൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ ഇവൾക്ക് ശരിക്കും അറിയുന്നതുകൊണ്ട് ഓൾക്ക് ഇഷ്ടമില്ലെങ്കിലും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ദീനിന്റെ നിയമങ്ങൾ നമ്മൾ പരമാവധി മനസ്സിലാക്കുകയും പഠിച്ചറിയുകയും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കുമൊത്ത് ദീനീ നിയമങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ചിട്ടകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على نبينا محمد وعلى آله وصحبه.